Yeah. Yeah. Hi guys, welcome back to another video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് ട്രൈ ആൻഡ് എക്സെപ്റ്റ് സ്റ്റേറ്റ്മെന്റ്. എവിടെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ട്രൈ ആൻഡ് എക്സെപ്റ്റ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ട്രൈ ആൻഡ് എക്സെപ്റ്റ് സ്റ്റേറ്റ്മെന്റ് ബേസിക്കലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഇപ്പോൾ നിങ്ങളൊരു പ്രോഗ്രാം ഒരു ക്ലയന്റിന് വേണ്ടി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തിന് ഇൻ കേസ് ആ ഒരു ക്ലയന്റ് എന്താ പറയുക, നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻപുട്ട് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു എറർ വന്നെന്ന് വിചാരിച്ചോ. അങ്ങനെ ഒരു എറർ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം മൊത്തത്തിൽ ടെർമിനേറ്റ് ആയി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു എക്സെപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ ഒരു ട്രൈ ബ്ലോക്കിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു പ്രോഗ്രാമിൽ എന്താണ് റൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിൽ കൊടുക്കും. അതിനുശേഷം എക്സെപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ കേസ് ഈ ഒരു ക്ലയൻറ്റ് എന്തെങ്കിലും എററായിട്ടൊരു മെസ്സേജ് അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എക്സെപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ആ ഒരു യൂസറിന് ഇന്നൊരു മെസ്സേജ് എഴുതി കാണിക്കാം, ഇന്നതാണ് നിങ്ങൾ ചെയ്ത എറർ. അപ്പം വീണ്ടും ആ ഒരു പ്രോഗ്രാം വീണ്ടും പഴയതുപോലെ റൺ ആവുന്നതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാം മൊത്തത്തിൽ ടെർമിനേറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രൈ ആൻഡ് എക്സെപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രൈ ആൻഡ് എക്സെപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തന്നെ പല ടൈപ്സ് ഓഫ് എറേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഓരോ പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോഴേ നമ്മൾ ആ ഒരു ടൈപ്സ് ഓഫ് എറേഴ്സ് നമ്മൾ പഠിക്കുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തിന് നിങ്ങൾക്ക് ഈ ഒരു ടൈപ്സ് ഓഫ് എറേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങളൊരു പ്രൊഫഷണൽ ലെവലിൽ നിങ്ങളൊരു പ്രോഗ്രാം ചെയ്യുന്നെങ്കിൽ അവിടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യം ട്രൈ എക്സെപ്റ്റ് സ്റ്റേറ്റ്മെന്റിലായിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു എറർ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ ഒരു യൂസറിന് കാണിക്കേണ്ട മെസ്സേജ്, എന്നിട്ട് വീണ്ടും പഴയതുപോലെ ആ ഒരു പ്രോഗ്രാം റൺ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ ഒരു ട്രൈ ആൻഡ് എക്സെപ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം ഈ ഒരു ട്രൈ ആൻഡ് എക്സെപ്റ്റ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ A = 5 ഞാൻ കൊടുത്തെന്ന് വെച്ചോ, B = ഞാനൊരു 0 കൊടുത്തെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത് ഞാൻ കൊടുത്തതിന് ശേഷം എനിക്ക് പ്രിൻറ്റ് ചെയ്യണം. പ്രിൻറ്റ് A/B ഞാൻ പ്രിൻറ്റ് ചെയ്യുന്നത് വെച്ചോ. ഇനി ഞാനിത് റണ്ണ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കിവിടെ എറർ കാണിക്കും. എന്താണ് ഇവിടെ എറർ പറയുന്നത്? 0 ഡിവിഷൻ എറർ എന്നാണ് വരുന്നത്. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ഒരിക്കലും ഒരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നോട്ട് ഡിഫൈൻഡ് ആണ് ഏതൊരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു 0 ഡിവിഷൻ എററാണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്കിത് പ്രിൻറ്റ് ചെയ്യണം. പക്ഷേ എനിക്ക് ഇതേപോലെ എറർ മെസ്സേജ് ഇങ്ങനെ എഴുതി കാണിക്കേണ്ട, ഇന്ന ഫയലിൻ്റെ അകത്താണ് ഇന്ന ലൈനിലാണ് എറർ, അതുപോലെ തന്നെ ഇതാണ് ഈ ഒരു എറർ എന്നൊന്നും എനിക്ക് എഴുതി കാണിക്കേണ്ട. അപ്പോൾ ആ സ്ഥലത്താണ് ഞാൻ ഈ ഒരു ട്രൈ എക്സെപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തത്. ഇപ്പോൾ ഞാൻ ട്രൈൻ്റെ അകത്ത് ഈ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൊടുത്തെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ പറയുകയാണ്, ഓക്കെ ട്രൈ ചെയ്യുമോ ഈ ഒരു ലൈന് പ്രിൻറ്റ് ചെയ്യാൻ. ഇൻ കേസ് ഇതിൽ എന്തെങ്കിലും എറർ വരുന്നുണ്ടെങ്കിൽ ഞാനിവിടെ എക്സെപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യും. പ്രിൻറ്റ് എന്താണ് എക്സെപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്? 0 you cannot divide a number by 0. ഓക്കെ, ഒരു നമ്പറിനെ നമുക്ക് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ ഈ ഒരു മെസ്സേജ് പറയുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി ഞാനിത് റൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു കനോട്ട് ഡിവൈഡ് എ നമ്പർ ബൈ 0 എന്ന് ഓട്ടോമാറ്റിക്കലി ഈ ഒരു മെസ്സേജ് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എക്സെപ്ഷൻ എന്നൊരു സംഭവമുണ്ട്. ഓക്കെ, എക്സെപ്ഷൻ ആസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ എന്തൊക്കെ എറർ ഉണ്ടോ, ഈ പറയുന്ന പ്രോഗ്രാമിൽ ഏതൊക്കെ എററാണോ, എന്ത് എറർ വന്നാലും യു കനോട്ട് ഡിവൈഡ് എ നമ്പർ ബൈ 0 എന്നായിരിക്കും എഴുതി കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പകരം ഏതൊരു എററിനെ കാട്ടിയും ഞാനിവിടെ സിമ്പിളായിട്ട് സംതിങ് വെൻറ്റ് റോങ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു മെസ്സേജ് കൊടുത്തു. അപ്പോൾ എന്ത് എറർ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ സംതിങ് വെൻറ്റ് റോങ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കാണിക്കുക. അപ്പോൾ അതല്ലേ കുറച്ചും കൂടെ ഒരു സെൻസ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും എറർ എഴുതി കാണിക്കണം, ഈ ഒരു എറർ എന്താണെന്നുള്ളത് എഴുതി കാണിക്കണമെന്നുണ്ടെങ്കിൽ കോമ ഇട്ടിട്ട് ഒരു എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സംതിങ് വെൻറ്റ് റോങ്, എന്തോ ഒരു എറർ സംഭവിച്ചു, ആ ഒരു എറർ എന്ത് മെസ്സേജ് ആണെന്നും കൂടെ ഇവിടെ എഴുതി കാണിക്കും. ഈ ഒരു എക്സെപ്ഷനെ നമ്മൾ ആയിട്ടാണ് കോൾ ചെയ്യണത്. ഇത് മൊത്തത്തിൽ നമുക്ക് എഴുതാൻ പഠിച്ചാൽ ആസ് ആയിട്ട് നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പോൾ ഈൻ്റെ അകത്ത് നമ്മൾ ആ ഒരു മെസ്സേജ് നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംതിങ് വെൻറ്റ് റോങ്, ഡിവിഷൻ ബൈ 0 ആണ് ഈ പറയുന്നതിൽ എറർ വന്നതെന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സെപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് എറർ വന്നാലും ഈ ഒരു എക്സെപ്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിന് പകരം ഞാൻ എക്സെപ്റ്റ്, ഇവിടെ നമുക്കറിയാം ഇത് വന്നിട്ട് 0 ഡിവിഷൻ എററാണ്. അപ്പോൾ 0 ഡിവിഷൻ എറർ വരുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 0 ഡിവിഷൻ എറർ ആസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തെന്ന് വിചാരിച്ചു. അതിനുശേഷം പ്രിൻറ്റ് 0 ഡിവിഷൻ എറർ. ഓക്കെ, പ്രിൻറ്റ് യു കനോട്ട്
divide a number by 0. ഓക്കെ, ഇതാണ് സീറോ ഡിവിഷൻ എറർ. അപ്പോൾ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംതിങ് വെന്റ് റോങ് വരില്ല. കാരണം സീറോ ഡിവിഷൻ എറർ എന്ന് പറഞ്ഞാൽ ഒരു പ്രീ ബിൽഡ് ആയിട്ടുള്ള ഒരു എറർ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എറർ വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് പ്രിൻറ്റ് ചെയ്യണം. അതാണ് അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നോക്കൂ, യു കനോട്ട് ഡിവൈഡ് എ നമ്പർ ബൈ 0. ഇനി ഞാനിവിടെ കോമ ഇയും കൂടെ കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോഴാണെന്നുണ്ടെങ്കിലും സെയിം തന്നെ ആയിരിക്കും വരുന്നത്. എ നമ്പർ ബൈ 0 അതിന് ശേഷം ഡിവിഷൻ ബൈ 0 എന്ന് പറയുന്നത് വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സീറോ ഡിവിഷൻ എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ട്രൈ ആൻഡ് എക്സെപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രൈ ആൻഡ് എക്സെപ്റ്റിൽ തന്നെ ഒരുപാട് എക്സെപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതായത് സീറോ ഡിവിഷൻ എറർ ഉണ്ട്, വാല്യൂ എറർ ഉണ്ട്, ഇഷ്ടംപോലെ എറേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് ആവശ്യാനുസരണം നമ്മളത് മാറ്റിക്കൊണ്ടേയിരിക്കണം. ഈ ഒരു എക്സെപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഈ ഒരു എക്സെപ്ഷൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇതിൽ വരാത്ത ഏതെങ്കിലും എറർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സെപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ സീറോ ഡിവിഷൻ എറർ നമ്മൾ കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിലും ഈ ഒരു എക്സെപ്ഷണൽ എററിലാണ് വരുന്നത്. ഓക്കെ, അതിപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ വരുന്ന ഏത് എറർ വന്നു കഴിഞ്ഞാലും ഈ ഒരു സംതിങ് വെന്റ് റോങ് എന്ന് കഴിഞ്ഞിട്ട് അവിടെ ആ ഒരു എറർ എന്താണെന്ന് നമ്മളെ എഴുതി കാണിക്കും. ഓക്കെ, ഇപ്പോൾ സീറോ ഡിവിഷൻ എറർ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മളിവിടെ എഴുതി. അതുപോലെ തന്നെ വാല്യൂ എറർ ഉണ്ട്, ഇഷ്ടംപോലെ ടൈപ്സ് ഓഫ് എറേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ ഓരോ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തിന് പല ടൈപ്സ് ഓഫ് എറർ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു എറർ നമുക്കിപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പം b = 0 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സീറോ ഡിവിഷൻ എറർ വരും. ഇല്ലാത്ത പക്ഷം വേറെ എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു എക്സെപ്ഷണൽ എററിലോട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ട്രൈ ആൻഡ് എക്സെപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രൈ ആൻഡ് എക്സെപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ട്രൈ ബ്ലോക്കിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് എന്താണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ ചെയ്യും. ഇൻ കേസ് അതിൻ്റെ അകത്ത് എന്തെങ്കിലും എറർ വരുന്നെന്നുണ്ടെങ്കിൽ എക്സെപ്ഷനിലോട്ട് വരും. ഓക്കെ, എന്ത് എറർ ആയിക്കോട്ടെ അത് എക്സെപ്ഷനിലോട്ട് വരും. നിങ്ങൾ വേറെ ഒന്നും കൊടുത്തിട്ടില്ല, എക്സെപ്ഷൻ ആസ് ഇ എന്ന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എറർ അവിടെ കാണിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു എററിൻ്റെ പേരറിയാമെന്നുണ്ടെങ്കിൽ സീറോ ഡിവിഷൻ എറർ ആണെന്നുണ്ടെങ്കിൽ സീറോ ഡിവിഷൻ എററിന് എന്ത് മെസ്സേജ് കാണിക്കും നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വാല്യൂ എറർ, പല ടൈപ്സ് ഓഫ് എറേഴ്സ് ഉണ്ട്, അതെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രൈ ആൻഡ് എക്സെപ്റ്റ്. ഇതാണ് ഇതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് കോഡ് ബ്ലോക്സ് വെച്ചിട്ടാണ്, അതായത് ട്രൈയും എക്സെപ്റ്റും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എറർ ഹാൻഡ്ലിംഗ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ട്രൈ ആൻഡ് എക്സെപ്റ്റിനെ കുറിച്ചുള്ളതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. Till then, bye.